ഇന്നത്തെ ദിവസം സാധാരണമായിരിക്കാം, പക്ഷേ ചില സാധാരണ ദിവസങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കും. അങ്ങനെയുള്ള ഒരു സാധാരണ ദിവസത്തിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ രേഷ്മാസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ജനലൊക്കെ തുറന്ന് അടുക്കളയിൽ കയറി, പിന്നെ കയ്യോടെ തന്നെ നമുക്ക് ചോറ് തിളപ്പിച്ചൂറ്റാമെന്ന് കരുതി. ഇപ്പം കൂടുതൽ വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ചോറങ്ങ് വെച്ച് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ തിളപ്പിച്ചൂറ്റി രണ്ടുപേർക്കും കൊടുത്തു വിടാമല്ലോ. ഞാൻ ഒരു മഴ പെയ്ത് തോന്നുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ. വെളുപ്പിനെ തന്നെ ഒരു മഴ തുടങ്ങിയായിരുന്നു. വലിയ മഴയൊന്നുമല്ല, ഒരു ചെറിയ മഴയായിരുന്നു. പിന്നെ നമുക്ക് ചൂട ഉണ്ടായിരുന്നു. സാധാരണ ചൂട എനിക്ക് തോരൻ വെക്കുന്നതാണ് എനിക്കിഷ്ടം. ഇവിടെ ഞാൻ എന്ത് വെക്കുന്നോ അതെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം തോരൻ വെക്കാനാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമുക്ക് ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞു. ചൂട ഞാൻ വെട്ടിയില്ലായിരുന്നു കേട്ടോ. വൈകിട്ട് ഇച്ചിരി താമസിച്ചായിരുന്നു ചൂട കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെട്ടി വെക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിതാ തോരൻ വെക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഇഞ്ചിയും സവാളയും പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ഞാൻ അവസാനമേ ചേർക്കുന്നുള്ളൂ. കാരണം നല്ല നാടൻ, നല്ല എരിയുള്ള, നല്ല മണമുള്ള നല്ല ഉണ്ടമുളകായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതിനകത്തിലിട്ട് പുരട്ടിയാൽ എൻ്റെ കൈ പുകയും. അതുകൊണ്ട് ഞാൻ അതിനകത്തിട്ട് പുരട്ടിയില്ല. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഉലുവാപ്പൊടി, സോറിയുടെ ഗരം മസാല അല്ല, ഉലുവാപ്പൊടി, ഇത്രയും കൂടെ ചേർന്ന് നന്നായിട്ട് പുരട്ടിയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് നമ്മുടെ ഉണ്ടമുളക് അരിഞ്ഞിട്ട് അതിന് ഒരു മുളക് ഇട്ടാൽ മതി. നല്ല എരിയുമാണ്, അതിനൊരു പ്രത്യേക മണവും ഉണ്ട് കേട്ടോ. പിന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. നേരം വെളുത്തപ്പോഴത്തേക്കിനും നമ്മുടെ ആ മഴ ഒന്ന് പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചായയൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ വടക്കേപ്പുറത്തെ വാതിലിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഫ്രണ്ട് വാതിലല്ല ഇത് കേട്ടോ. ഞാൻ എപ്പോഴും ഫസ്റ്റ് തന്നെ വടക്കോട്ടാണ് കതക് തുറന്നിറങ്ങുന്നത്. പിന്നെ നേരം വെളുത്ത് കഴിയുമ്പോഴേ, ഇപ്പം നേരം വെളുത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി നേരം വെളുത്തിട്ട് ഞാൻ ഫ്രണ്ട് വാതിൽ തുറന്നിറങ്ങാറുള്ളത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിച്ചില്ലല്ലോ അല്ലേ? രാവിലെ തന്നെ തിരക്കാം, നല്ല തിരക്കാം. ഒന്നുമെന്നല്ല, കുറച്ചൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ കുറച്ചും കൂടെ എന്ന് വെച്ചാൽ ഒരു ശകലം, ഒരു മോരൊന്ന് കാച്ചണം. പിന്നെ കാപ്പിയെല്ലാം ആയി കേട്ടോ. കാപ്പിക്കുള്ള കറിക്കുള്ള സാധനമാണ് കുക്കറിൽ ഇരിക്കുന്നത്. മോര് കാച്ചൽ അങ്ങനെ വലിയ ജോലിയൊന്നും അല്ലല്ലോ അല്ലേ. അപ്പൊ അതിനുവേണ്ടി തേങ്ങ ഇന്നലെ തിരുമ്മി വെച്ചിരുന്നത് തീർന്നു. കുറച്ച് ദിവസം കൊണ്ട് മടിയാ. എൻ്റെ ഡെയ്സി പോയതിനു ശേഷം അങ്ങനെ ഒന്നും അങ്ങോട്ടൊരു സെറ്റ് ആയിട്ടില്ല, ഓർഡർ വന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും ആ ഒരു വിഷമത്തിലായിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നൊരു തോന്നത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാം നിർത്തി വെച്ചേക്കുമായിരുന്നു. ഇവിടെ മഴയാ, രാവിലെ മഴയായിരുന്നു. അപ്പം മഴ പെയ്ത് തോർന്നു, ഒരു മഴ പെയ്ത് തോർന്നു. രണ്ടാമത്തെ മഴയ്ക്കുള്ള കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മഴ പെയ്ത് തോർന്നു. രണ്ടാമത്തെ മഴയും കോള് കൊണ്ടത് പെയ്ത് കേട്ടോ. നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളമായിട്ടുണ്ട്. രാവിലെ വിളക്ക് കത്തിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ജോലിയൊക്കെ ഒരുവിധം ഒതുങ്ങി കേട്ടോ. രണ്ടുപേർക്കും പോകാൻ ടൈം ആയിട്ടുണ്ട്. അണ്ണൻ കുളിച്ചിട്ട് വന്ന് കാപ്പി കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. നമുക്കിന്ന് കാപ്പിക്ക് പുട്ടാണ്. പുട്ട് നിങ്ങളെന്താണ് ഇഡലിക്കുട്ടത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായാലും നമ്മൾ പുട്ട് പൊടിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് പൊടിച്ച് ഇഡലിക്കുട്ടത്തിനകത്ത് അങ്ങ് ആവി കയറ്റി എടുത്തത്. പിന്നെ നമുക്ക് മീൻ തോരനും മീൻ വറുത്തതും ചോറും പിന്നെ മോര് കൂട്ടാനും പിന്നെ പുട്ടിന് ഞാനൊരു ഉള്ളിക്കറി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അണ്ണൻ ഇതെല്ലാം ആയിട്ട് പോയി. നമ്മുടെ പാർത്തമ്മോനാണ്ട് യൂണിഫോമൊക്കെ ഇട്ട് പോവാൻ റെഡി ആയിട്ട് ഇറങ്ങിയാണ്. ഒരു ഉമ്മയൊക്കെ എറിഞ്ഞ് തന്നിട്ട് അവൻ ഓടിയത്. പിന്നെ എല്ലാവരും പോയടാ. പിന്നെ ഞാൻ അമ്മയും മാത്രമുണ്ട്. അമ്മ പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ പിന്നെ ജനലും ഒക്കെ തുറന്നതിന് ശേഷം പിന്നെ ഇന്നത്തെ ദിവസം കുറച്ച് അടിച്ച് വാരും വൃത്തിയാക്കലും ഒതുക്കിപ്പറക്കലും, രാവിലെ ഒട്ടേ നാക്കിന് വള്ളിയാണല്ലോ, ഒതുക്കിപ്പറക്കലും ഒക്കെയാണ്. അപ്പം ഇവിടെ എല്ലാം ഒന്ന് സെറ്റാക്കണമെന്ന് തോന്നിയല്ല കരുതി. കുറച്ച് ദിവസമായി നമ്മൾ എത്ര സെറ്റാക്കി വെച്ചാലും ഇവരൊക്കെ ഈ മക്കളൊക്കെ ഉള്ള വീട്ടിലുള്ള കാര്യം ഇത് തന്നെയാണ്. അവർക്ക് തോന്നുന്ന പോണൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ അടുക്കിപ്പറക്കി വെച്ചുകൊണ്ടിരിക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ 2 വട്ടം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് പറക്കി ഒതുക്കുന്നത് നന്നായിരിക്കും. അപ്പം കുറച്ച് തേങ്ങയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറേ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒഴിഞ്ഞ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം പറക്കി ഞാൻ എടുത്ത് അപ്പുറത്ത് നമ്മുടെ ഷെഡിനകത്ത് കൊണ്ട് വെക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി നന്നായിട്ടൊന്ന് എല്ലാം അടുക്കി പറക്കി ഒന്ന് വെക്കാമെന്ന് കരുതി. അവിടെ ഈ കുപ്പിയെല്ലാം അവിടെ കൊണ്ട് വെക്കാതെ നമുക്ക് ആക്രിക്കാർക്ക് കൊടുക്കാമല്ലോ. ആക്രിക്കാരെടുക്കൂലേ ഈ പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളുമൊക്കെ. പിന്നെ ഹരിതകർമ്മക്കാർ ഏത് ദിവസമാണ് അവർ കുപ്പി എടുക്കുമെന്ന് അറിയത്തില്ല. അവർ പഴയ വേണ്ടാത്ത കുറേ നമ്മൾ ഉപയോഗിക്കാത്ത കീറിയ ഡ്രസ്സുകളും പിന്നെ പന്ന ചെരുപ്പുകളും പിന്നെ
പേപ്പറല്ല കവറും ഒക്കെ പ്ലാസ്റ്റിക് അല്ലേ അവരെടുക്കത്തുള്ളൂ. കുപ്പി എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ നമ്മളെ ഈ സ്പ്രൈറ്റും അതും ഇതുമൊക്കെ മേടിക്കുന്ന കുപ്പികളുണ്ടല്ലോ, അതൊക്കെ എടുത്തിങ്ങനെ ശേഖരിച്ച് വെച്ചേക്കും. വിളക്കെണ്ണ കുപ്പി, അതൊക്കെ നമുക്ക് ആക്രിക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് അതെല്ലാം പറക്കി മാറ്റി എടുത്ത് ഒതുക്കി. പിന്നെ ദാ നമുക്ക് പൊഹാറ എന്നല്ലേ, മാറാല അടിക്കണം. മാറാലയും അടിച്ച് ഇവിടെ എല്ലാം ഒന്ന് തുടയ്ക്കണം എന്ന് കരുതിയിരുന്നതാണ്. ബട്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര തണുപ്പായിട്ട് തോന്നി. പിന്നെ തുടച്ച് കഴിഞ്ഞാലും ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കരമായിട്ടും മഴയും ഈർപ്പമൊക്കെ ആയതുകൊണ്ട് നല്ലൊരു വെയിലുള്ള ദിവസം നോക്കി ഇനിയിപ്പോൾ തുടയ്ക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലായിടവും നന്നായിട്ടൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മാറാല തട്ടുന്നതായതുകൊണ്ട് ഇടയ്ക്കിങ്ങനെ ചെറുതായിട്ട് വരുമ്പോഴേ നമ്മൾ മാറാല തട്ടും കേട്ടോ. അങ്ങനെ പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് എൻ്റെ ഉച്ചയുറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം വൈകിട്ടത്തെ ചായയല്ല, കട്ടനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം കട്ടനും പിന്നെ വൈകിട്ടത്തുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ പുളിയാണ് കേട്ടോ, മറ്റേ കുടംപുളി ഉണ്ടല്ലോ, അതാണ്. അത് ഞാൻ പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സാധനം കഴിക്കാമല്ലോ, പക്ഷേ ഇതിനകത്തിലെ ഉള്ളിലിരുന്നതങ്ങ് കേടായിരിക്കുമായിരുന്നു, പുഴുവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ നമുക്കതെടുത്ത് ഇങ്ങനെ പണ്ടാണെങ്കിൽ എൻ്റെ വീട്ടിലിതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് പണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പൊഹാറ കൊള്ളിക്ക് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പിന്നെ ഈ അടുപ്പിൻ്റെ മേളിൽ ഇങ്ങനെ തട്ട് ഉണക്കി കെട്ടിയിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ നിരത്തിയിട്ട് നമ്മൾ ഉണക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. ഇപ്പം ഇതാണ്ട് ഇവിടെ അടുപ്പിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചോറ് വെക്കുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നാളത്തേക്കുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ വാങ്ങിച്ച അരി ഇച്ചിരി വേവ് കൂടിയ അരിയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ചോറ് വെച്ചാലും നാളെ രാവിലെ അവർക്ക് 2 പേർക്കൂടെ തിളപ്പിച്ചൂറ്റി കൊടുത്തു വിടാം. പിന്നെ ഇത് നമ്മൾ ആവശ്യത്തിനുള്ള പൊത്തം കുറച്ച് മാത്രം എടുത്ത് കൊണ്ടുവന്നതാട്ടോ. ഇതെല്ലാം വലിയ വിറകാണ്, വെട്ടി കീറണം. പിന്നെ നമുക്ക് ചോറ് വെക്കുന്ന ഒരു അത്യാവശ്യ കാര്യമില്ല, ഞം വേണ്ടേ. അപ്പോൾ അതിന് അടുപ്പ് കത്തിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ള ചെറിയതൊക്കെ പറക്കിക്കൊണ്ട് വന്നത് പറ്റുന്നതൊക്കെ പറക്കി ഞാൻ അതിൻ്റെ കീഴിൽ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അണ്ണൻ ഇപ്പോൾ ഇവിടെ ഇല്ല. കുറച്ച് ഞായറാഴ്ച ദിവസമല്ലേ വീട്ടിൽ നിൽക്കത്തുള്ളൂ, എന്നാലേ നമുക്കിതെല്ലാം ഒന്ന് വെട്ടി കീറിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ലീവായിട്ട് നിൽക്കുന്ന ദിവസം വേണം എനിക്കിതൊന്ന് നന്നായിട്ടൊന്ന് വെട്ടി കീറി ഒന്ന് അടുക്കി പറക്കി വെക്കാൻ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ടിന്നുകൾ നമ്മളപ്പുറത്തെ ആ അലമാരി പറക്കി ഒതുക്കിയപ്പം കിട്ടിയ കുറേ ടിന്നുകളാണ് കേട്ടോ. കിട്ടിയ അവിടെ എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചിരുന്നതായിരുന്നു, ഇതെല്ലാം ഒഴിഞ്ഞ കുറേ ടിന്നുകളാണ്. അപ്പോൾ ഞാൻ കരുതി ഇതെല്ലാം കഴുകി തേച്ച് വഴക്കി അങ്ങ് വെക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമല്ലോ. അങ്ങനെ പിന്നെ അകത്തെ കുറച്ച് കഴുവക്കവും പിടിക്കൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും മഴ കുറച്ചൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെളിയിലിറങ്ങി. നമുക്ക് ഈ കരിക്കലമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് വെളിയിൽ വെച്ച് തേച്ചെങ്കിൽ ഒരു തൃപ്തിയാവത്തുള്ളൂ, എനിക്കങ്ങനെയാണ്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ താഴെ ഇരിക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് തണുപ്പ് തെന്നി തെറിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ നമുക്ക് തുണി കഴുകുന്ന കല്ലിൻ്റെ പുറത്ത് വെച്ചാണ് ഞാൻ സാധാരണ കലം തേക്കുന്നത്. എന്നിട്ട് അവിടെ നന്നായിട്ടങ്ങ് കഴുകും കേട്ടോ. കഴുകി കഴിഞ്ഞാൽ അവിടെ കരിയൊന്നും കാണത്തില്ല. പിന്നെ നമ്മൾ തുണി കഴുകാൻ വരുമ്പോൾ അങ്ങനെ കരിയും കാര്യങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. അങ്ങനെ പിന്നെ പാത്രം കഴുകുമ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്ത് കയറിയതിന് ശേഷമാണ് ഞാൻ കട്ടൻ കുടിക്കാമെന്ന് കരുതുന്നത്. സമാധാനമായിട്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്ത് ആഹാരമാണെങ്കിലും പെതുക്കെ സമാധാനമായിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ സമാധാനമായിട്ട് കട്ടനൊക്കെ ഒന്ന് കുടിക്കാം. അത് കഴിഞ്ഞിട്ട് പാർത്തമ്മ വരാറായി വരുന്നു. അപ്പോൾ അവന് കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിങ്ങനെ എന്താണെന്ന് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ കിട്ടിയപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇനി അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന്. അപ്പം ഇനി അടുത്തത് വൈകിട്ടത്ത് പാർത്തമ്മ വരാറാകുമ്പോഴത്തേക്കിനുള്ള പലഹാരം ദിവസമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീരാറായി, വൈകിട്ടായി, ഏകദേശം 5:30-5:45 പാർത്തമ്മോൻ ഇപ്പം വരും. 5:45 കേട്ടോ, 5:30 ആവുന്നു. അവൻ 5:45 6 മണിയാവും വരാൻ. അപ്പൊ അവന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അവൻ വൈകിട്ട് വരുമ്പോഴത്തേക്കിന് കൊടുക്കാനുള്ള കുഴക്കട്ടയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അരിപ്പൊടിയുടെ കുഴക്കട്ടയും ഇലയപ്പവും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഇഡലിക്കുട്ടത്തിനകത്ത് വെച്ചു. പിന്നെ അതിന് തേങ്ങ ആവശ്യമാണല്ലോ. അപ്പോൾ തേങ്ങ തിരുമ്മിയപ്പോൾ കൈയോടെ തന്നെ ഞാൻ നിറച്ച് തേങ്ങ തിരുമ്മി ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കാമെന്ന് കരുതി. ഒന്നാമതേ തേങ്ങ തിരുമ്മുന്നത് എനിക്കിഷ്ടമുള്ള ജോലിയല്ല, എനിക്ക് മടിയാണ് തേങ്ങ തിരുമ്മാൻ. അപ്പം തേങ്ങയൊക്കെ തിരുമ്മി സ്റ്റോക്ക് ചെയ്ത് വെച്ചു. പിന്നെ അതാണ്ട് പാർത്തമ്മ വരുമ്പോൾ അവന് കൊടുക്കാനും വേണ്ടി നമ്മുടെ കുഴക്കട്ടയും കട്ടനും ഒക്കെ ആയിട്ടുണ്ട്.
ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സെറ്റാക്കി വെച്ചാൽ നേരെ സന്ധ്യ ആയപ്പോഴത്തേക്കിനും പിന്നെ വിളക്കും വെച്ച് നാമവും ഒക്കെ ചൊല്ലി പാർത്തമ്മോനും ഉണ്ടായിരുന്നു നാമം ചൊല്ലാനൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ ഇതകത്ത് വന്നു. ആള് ക്രിക്കറ്റ് കളി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഹാളിൽ വെച്ചാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ അമ്മ ഇരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ റൂമിൽ വന്നിരുന്ന് ക്രിക്കറ്റ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം കാഴ്ചയാണ്. ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. രേഷ്മാസ് ഡയറി കണ്ടതിന് ഒരുപാട് നന്ദി. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. Take care and see you in the next vlog.